أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقد نزل عليكم في الكتاب أن إذا سمعتم آيات الله يكفر بها ويستهزأ بها فلا تقعدوا معهم حتى يخوضوا في حديث غيره إنكم إذا مثلكم إن الله جامع المنافقين والكافرين في جهنم جميعا. صدق الله العلي العظيم. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, ജഗന്നിയന്താവായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. സൃഷ്ടാവായ റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ അനുവർത്തിക്കുന്ന, അർപ്പണബോധത്തോടെ പരിശുദ്ധമായ ദീനിൽ അടിയുറച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മളെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഭാര്യ, സന്താനങ്ങൾ, കൂട്ടുകുടുംബാദികൾ അല്ലാഹു എല്ലാവരുടെയും പരലോകം വെളിച്ചത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളെയും അവരെയും നാളെ ജന്നത്തുൽ ഫിർദൗസിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസന്നിധിയിൽ ഒത്തുചേർക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നാം ഈ ജീവിക്കുന്ന 21-ാം നൂറ്റാണ്ടിൽ ലോകത്തെ കോടാനുകോടി വരുന്ന മുസ്ലിമീങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് നാം പല നിലയ്ക്ക് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതിന്റെ കാരണങ്ങൾ എന്താണ് എന്നാണ് നാം പരിശോധിച്ചത്. അതിന്റെ പിന്നിൽ പല പല ചിന്തകൾ, ആലോചനകൾ ഉണ്ടാകാം. പരിശുദ്ധമായ ഖുർആനിനെ തന്നെ തെറ്റായി മനസ്സിലാക്കുകയും തെറ്റായി വ്യാഖ്യാനിക്കുകയും ചെയ്തുകൊണ്ട് പരിശുദ്ധമായ ദീനിനെ ഉപേക്ഷിക്കുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റിസാലത്തിനെ ഉപേക്ഷിക്കുന്ന, ഖുർആനിനെ നിഷേധിക്കുന്ന, പരലോകത്തെ നിഷേധിക്കുന്ന ഒരു സമൂഹമായി നമ്മുടെ ഇടയിലെ നമ്മുടെ മക്കൾ, ആൺകുട്ടികൾ, പെൺകുട്ടികൾ, മധ്യവയസ്കർ ഇവരൊക്കെ ആ രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണങ്ങൾ നാം അന്വേഷിക്കുമ്പോൾ, കഴിഞ്ഞ ജുമുഅയിൽ നാം ചർച്ച ചെയ്തതുപോലെ പരിശുദ്ധമായ ഖുർആനിന്റെ ചില ആയത്തുകളെ, ചുരുക്കം വരുന്ന ചില ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തുകൾക്ക് പറഞ്ഞിരിക്കുന്നത് തന്നെ മുതശാബിഹുകൾ എന്നാണ്. മനുഷ്യന് പെട്ടെന്ന് സംശയം തോന്നുന്ന ചില ആയത്തുകൾ, ഇത് ശരിയാണോ തെറ്റാണോ എന്ന് സംശയിക്കാവുന്ന തരത്തിലുള്ള ആയത്തുകൾ ഖുർആനിലുണ്ട് എന്ന് അല്ലാഹു തന്നെ പറയുകയാണ്. അതിൽ കുടുങ്ങരുത് എന്ന് മുഅ്മിനീങ്ങളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. ആ സംശയങ്ങൾ മനസ്സിലാക്കാൻ പരിശുദ്ധമായ ഖുർആനിന്റെ 6000-ൽ പരം വരുന്ന ആയത്തുകളിലെ മുഹക്കമുകളായ, യാതൊരു സംശയത്തിനും ഇടവരുത്താത്ത, പൂർണ്ണമായി നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന, സൃഷ്ടാവിനെ പറ്റി ബോധ്യപ്പെടുത്തുന്ന, പരലോകത്തെ മനസ്സിലാക്കി തരുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റിസാലത്തിനെ ബോധ്യപ്പെടുത്തുന്ന ആയത്തുകൾ പരിശുദ്ധമായ ഖുർആനിൽ ഉള്ളപ്പോൾ അവിടെ ഉറച്ചു നിൽക്കണമെന്ന ആഹ്വാനമാണ്. ഇവിടെ നാം അത് മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ മറ്റൊരു കാരണമാണ് വസ്വാസ്, ദുർബോധനങ്ങൾ, പൈശാചിക ചിന്തകൾ മനുഷ്യനെ ദുർമാർഗിയാക്കാം, ഇസ്ലാമിൽ നിന്ന് അകറ്റാം, ഈ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാം. പൈശാചിക ദുർബോധനങ്ങൾ എന്ന് പറഞ്ഞാൽ, എന്താണ്? ചില മനുഷ്യരെ നാം വ്യക്തി ജീവിതം എടുത്തു നോക്കിയാൽ തന്നെ ചില ആളുകളെ പറ്റി നാം പറയാറുണ്ട് OCD-കളാണെന്ന് പറയും.
എന്താണ് OCD ആയ മനുഷ്യന്റെ പ്രത്യേകത? പെർഫെക്ഷൻ നോക്കി 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 ഒന്നും ശരിയാകുന്നില്ല എന്ന മട്ടിൽ ജീവിക്കുന്ന ആളുകളാണ്. ചില ഭയം, ചില ടെൻഷൻ, ഏതെങ്കിലും പൊക്കത്ത് കയറി നിന്നാൽ ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് വീഴുമോ എന്നിങ്ങനെ തോന്നലാണ്, യാഥാർത്ഥ്യമല്ല. അവന് തോന്നാണ്. തനിക്ക് ബന്ധപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുന്നുണ്ടോ എന്ന് നിരന്തരം ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും. ഒരാളുടെ OCDയെ പറ്റി പറയുന്നുണ്ട്. അയാൾ ഓഫീസിലേക്ക് പോകുന്ന വഴിയിൽ വീട്ടിൽ നിന്ന് രാവിലെ 9 മണിക്ക് ബാഗും എടുത്ത് ഓഫീസിലേക്ക് പോകുന്ന വഴിയിൽ തന്റെ മാതാവിനെ ഓരോ 20 മിനിറ്റ് കൂടുമ്പോഴും വിളിക്കും, അല്ലെങ്കിൽ 10 മിനിറ്റ് കൂടുമ്പോഴും വിളിക്കും. എന്തിനാണ്? ഉമ്മ അവിടെ സുരക്ഷിതയാണോ? സ്നേഹം കൂടിയിട്ടാണ്? എന്തോ ഒരു അപകടം അവിടെ സംഭവിക്കുന്നു എന്നിങ്ങനെ ചിന്തിച്ച് നടക്കുന്ന ഒരു അവസ്ഥ. വസ്വാസ്, അറബിയിൽ അതിനെ വസ്വാസ് എന്ന് പറയും. ചില ആളുകൾ കുളിക്കാൻ കയറിയാൽ നമുക്കറിയാം 2 മണിക്കൂറൊക്കെ കുളിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ടോയ്ലറ്റിൽ കയറിയാൽ 1 മണിക്കൂറോളം ടോയ്ലറ്റിൽ കഴിയേണ്ടുന്ന ഒരു അവസ്ഥ. ഇതൊക്കെ മനുഷ്യന്റെ ചില ചിന്തകളുടെ അനന്തരഫലമാണ്. ചില പേടികളുടെ, ചില ടെൻഷന്റെ, എന്തോ എനിക്ക് എന്തൊക്കെയോ ചില അസുഖങ്ങളുണ്ട് എന്ന് നിരന്തരം ചിന്തിച്ച് ഒരു കുഴപ്പമില്ലായിരിക്കും. അസുഖങ്ങളുണ്ട് എന്ന് ഇങ്ങനെ നിരന്തരം ചിന്തിച്ച് കൊണ്ടിരിക്കുന്ന ആളുകൾ. ചില ആളുകൾക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും സ്റ്റിയറിംഗ് പ്രത്യേകമായ ഒരു പൊസിഷനിൽ പിടിക്കണം. പക്ഷെ അത് അങ്ങനെ തന്നെ പിടിക്കൂ എന്ന് വാശി പിടിച്ച് വളവിലെത്തിയാലും അവിടെ നിന്നൊരു പിടിവിടാൻ പെടാപ്പാട് വിട്ട് അവസാനം ഒരു പക്ഷെ അയാളെ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരവസ്ഥ. ഇങ്ങനെ വിചിത്രകരമായ ചില അവസ്ഥകൾ. സാനിറ്റൈസർ അമിതമായി ഉപയോഗിക്കുന്ന ചില മനുഷ്യരെ കാണാം. കൈ കൊടുക്കുമ്പോൾ പോലും ഒരാളോട് കൈ കൊടുത്ത് പിരിഞ്ഞാൽ എന്താണ് സാനിറ്റൈസർ ഉപയോഗിക്കാൻ. ഒരാൾ പപ്പടം കൊടുക്കുന്നു, ആ പപ്പടം മേടിച്ച് കഴിക്കുന്നു, അയാൾ പിടിച്ച ഭാഗം ഒടിച്ചു കളഞ്ഞിട്ട് കഴിക്കുക. എന്തെങ്കിലും ഒരു അണുബാധ, വൈറസ് ഇതൊക്കെ ഉണ്ടാകുമെന്ന് പേടിച്ചിട്ട് ഇങ്ങനെ കുറെ ലോകത്തെ 828 കോടി മനുഷ്യരിൽ 16 കോടി മനുഷ്യർ OCDകളാണ് പഠനങ്ങൾ പറയുന്നത്. ഇതിന്റെ ചെറിയൊരു അംശം എനിക്ക് നിങ്ങൾക്കൊക്കെ ഉണ്ടാകാം, പല രീതിയിൽ, പല സ്വഭാവത്തിൽ. ചില ആളുകൾ ഒരു രീതിയിലും ശ്രദ്ധയില്ലാത്ത ആളുകൾ, അതല്ല ഞാൻ പറയുന്നത്. ഇതൊന്നും ശ്രദ്ധിക്കാത്ത ആളുകൾ, വളരെ കെയർലെസ് ആയി ജീവിക്കുന്ന ആളുകൾ. അതല്ല, പെർഫെക്ഷൻ ആവണം, എല്ലാം ശരിയാകണം, നന്നാകണം എന്ന് വിചാരിച്ചിട്ട് വളരെ വിചിത്രകരമായ ചില ആക്ടിവിറ്റീസുകളിൽ ഏർപ്പെട്ട് പേടിച്ചും ടെൻഷൻ അടിച്ചും ജീവിക്കുന്ന മനുഷ്യരില്ലേ? ഇതിനാണ് വസ്വാസ് എന്ന് അറബിയിൽ പറയുന്നത്. വസ്വാസ് എന്ന് പറയും. ഇത് വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഒരു പ്രശ്നമാണ്. അതിന് ബയോളജിക്കലായ, മനഃശാസ്ത്രപരമായ, സൈക്കോളജിക്കലായ പല കാരണങ്ങൾ കൊണ്ട് മനുഷ്യന്റെ അത് ഏതെങ്കിലും ഒരു വിദഗ്ധനായ ഒരു ഡോക്ടറിനെ കണ്ട്, മനഃശാസ്ത്ര വിദഗ്ധനെ കണ്ട് ചികിത്സിക്കണം എന്നാണ്. പക്ഷെ ഇത് ദീനിലും എഫക്ട് ചെയ്യും. ആദ്യം അത് ഇബാദത്തിൽ എഫക്ട് ചെയ്യും, ആരാധനകളിൽ എഫക്ട് ചെയ്യും. പിന്നെ അത് വിശ്വാസത്തിലെത്തും. വിശ്വാസത്തിൽ അത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പതുക്കെ അത് അവനെ ഇസ്ലാമിൽ നിന്ന് പുറത്തു കൊണ്ടുപോകും. ഇതാണ് നമ്മൾ ഇന്ന് അന്വേഷിക്കാൻ പോകുന്ന ഒരു വിഷയം. ഇബാദത്തുകളിൽ ആരംഭിക്കും മനുഷ്യൻ വസ്വാസ്. ചില ആളുകൾ വുളു എടുക്കുമ്പോൾ കണ്ടിട്ടില്ലേ, 3 പ്രാവശ്യമാണ്. 3 പ്രാവശ്യത്തെക്കാൾ കൂടുതൽ കഴുകൽ കറാഹത്താണ്. വുളു എടുക്കുമ്പോൾ അവയവങ്ങൾ 3 പ്രാവശ്യം കഴുകുക എന്നുള്ളത്. 3 പ്രാവശ്യം, 1 പ്രാവശ്യം കഴുകൽ കൊണ്ട് ആ അമല് കിട്ടി. 3 പ്രാവശ്യം കഴുകൽ സുന്നത്ത്, 4 പ്രാവശ്യം കഴുകൽ കറാഹത്താണ്, ഇസ്രാഫാണ്. എത്ര സമയം എടുക്കും അയാൾ വുളു ചെയ്യാൻ? നിയ്യത്തിൽ സംശയിക്കും, എന്റെ നിയ്യത്ത് ശരിയായോ? നിസ്കാരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടാൻ അയാൾക്ക് എത്ര സമയം എടുക്കും? വസ്വാസാണ്, ഇബാദത്തുകളിലെ വസ്വാസാണ് ഞാൻ ഈ പറയുന്നത്. നിസ്കാരത്തിൽ തന്നെ എനിക്ക് വുളു മുറിഞ്ഞു, എനിക്ക് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, വുളു മുറിഞ്ഞോ ഇല്ലയോ എന്ന് സംശയം തോന്നുന്നു. നിസ്കാരത്തിൽ വ്യക്തി ജീവിതത്തിലെ ബലഹീനതകളാണ് ശൈത്താൻ ഇബാദത്തിൽ ഉപയോഗിക്കുന്നത്. ശൈത്താൻ മനുഷ്യനെ എപ്പോഴും പറ്റിക്കുന്നത് അവന്റെ വ്യക്തി ജീവിതത്തിലെ ബലഹീനതകൾ എടുത്തിട്ടാണ്. ഇങ്ങനെ നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെ, നിരന്തരം ചിന്തിക്കണമെന്നില്ല,
ഇതിന്റെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വേർഷൻ നമ്മുടെ ലൈഫിലൊക്കെ ഉണ്ടെങ്കിലും ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ അവൻ ഇബാദത്തിനെ നാശമാക്കും, നമ്മുടെ വിശ്വാസത്തെ നാശമാക്കും. ദിജ്ല നദിയിൽ, യൂഫ്രട്ടീസ് നദിയിൽ, ടൈഗ്രീസ് നദിയിൽ കുളിച്ച് 2 മണിക്കൂർ കടന്ന് കുളിച്ചതിന് ശേഷം അബൂബക്കർ ബാർഖിലാനിയുടെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, എന്റെ തല നനഞ്ഞില്ല എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. എന്റെ കുളി ശരിയായോ എന്ന് സംശയം. അപ്പൊ അയാൾ പറഞ്ഞു, നീ നിസ്കരിക്കണമെന്ന് പോലും നിനക്ക് നിർബന്ധമില്ല എന്ന് പറഞ്ഞു ബാർഖിലാനി. കാരണം എന്താ, എന്തോ ഒരു ഭ്രാന്തുണ്ട്, പെട്ടെന്ന് തന്നെ ചികിത്സിക്കണം. എത്ര ശരിയാക്കിയാലും ശരിയായിട്ടില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥാവിശേഷം മനുഷ്യന്റെ ഇബാദത്തുകളിൽ കടന്നു വന്നാൽ അത് ശൈത്വാനിയത്താണ്. അതിനാണ് പൈശാചികത എന്ന് പറയുന്നത്. വ്യക്തി ജീവിതത്തിൽ ഭയങ്കര പെർഫെക്ഷൻ നോക്കി 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 അത് നമ്മുടെ വുദൂഇനെ ബാധിക്കുന്നു, നമ്മുടെ നമസ്കാരത്തെ ബാധിക്കുന്ന ഒരു അവസ്ഥ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഅതി അഹദുകും അശ്ശൈത്താൻ ഫീ സലാത്തിഹി ഫയൻഫഖു ഫീ മഖഅദതിഹി ഫയുഖയ്യലു ഇലൈഹി അന്നഹു അഹദസ്. അവന്റെ ഇരിപ്പിടം കൊണ്ട്, പൃഷ്ഠഭാഗം കൊണ്ട് ശൈത്താൻ കളിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് നിങ്ങളിൽ ഒരാൾ നമസ്കാരത്തിലായിരിക്കവേ ശൈത്താൻ നിങ്ങളെ സമീപിക്കുകയും നിങ്ങൾക്ക് തോന്നലുണ്ടാക്കുന്നു, നിന്റെ വുളു നഷ്ടപ്പെട്ടു. അങ്ങനെ അവന്റെ നിസ്കാരം മൊത്തം അവന്റെ വുളു പോയോ എന്ന ചിന്തയിൽ കഴിഞ്ഞു പോകും. അല്ലേ? എന്നിട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഇദാ വജദ ഫലാ യൻസരിഫ് ഹത്താ യസ്മഅ സൗതൻ ഔ യജിദ റിഹൻ. ഉറപ്പിക്കാതെ, വുളു പോയി എന്ന് ഉറപ്പിക്കാതെ ഒരു കാരണവശാലും നിങ്ങൾ നമസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞു പോകരുത്. കാരണം വുളു എടുത്തു എന്ന് ഉറപ്പാണ്, വുളു പോയോ എന്നേ സംശയമുള്ളൂ. സംശയം ഒഴിവാക്കുകയും ഉറപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയ അമല് നിർവഹിക്കുകയും ചെയ്യുക എന്ന് പറയുന്നു നിസ്കാരം. അതുകൊണ്ടാണ് നിങ്ങൾ ളുഹർ ചില ആളുകൾ നമസ്കരിക്കും, ചിലപ്പോൾ നിസ്കാരത്തിന്റെ ഇടയിൽ തന്നെ പോയി മുറിച്ചിട്ട് വീണ്ടും വരും, 3-4 തവണയൊക്കെ നിസ്കരിക്കുന്ന ആളുകളുണ്ട്. ഒരു പ്രാവശ്യം മാത്രം അത് ചെയ്യുക, ഉറപ്പില്ലാത്തിടത്തോളം. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇദാ ശക്ക അഹദുകും ഫീ സലാത്തിഹി, നിങ്ങളിൽ ആരെങ്കിലും തന്റെ നമസ്കാരത്തിൽ സംശയമുണ്ടായി, ഫൽയത്രിഹ് ശക്ക യത്റഹ് ശക്ക, അവൻ സംശയം വലിച്ചെറിഞ്ഞു കൊള്ളട്ടെ, വൽയബ്നി അലാ മസ്തൈഖൻ, അവൻ ഉറപ്പുള്ളതിൽ തുടർന്നു കൊള്ളട്ടെ. നിസ്കാരത്തിൽ പല നിലയ്ക്കുള്ള 3 ആണോ 4 ആണോ നമസ്കരിച്ചത്. അപ്പൊ എന്ത് ചെയ്യണം? 3 നമസ്കരിച്ചു എന്ന് ഉറപ്പാണ്, 3 നമസ്കരിച്ചു എന്ന് ഉറപ്പാണ്, ബാക്കി 1 റക്അത്ത് നമസ്കരിച്ചാൽ മതി. ഇതെല്ലാം ശൈത്താനിയത്താണ്. വ്യക്തി ജീവിതത്തിൽ ഇത്തരം വസ്വാസുകളുള്ള ആളുകൾ ഭക്ഷണം കഴിക്കുമ്പോൾ, കുളിക്കുമ്പോൾ, ബാത്റൂമിൽ പോകുമ്പോൾ, ദൈനംദിന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥ നേരിടുന്ന ആളുകൾ ഇബാദത്തുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പല പ്രാവശ്യം ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഒരൊറ്റ പ്രാവശ്യം ചെയ്യുക, ധൈര്യമായിട്ട് ചെയ്തുകൊള്ളുക. എന്തെങ്കിലും വീഴ്ച വന്നാൽ പടച്ചവൻ പുറത്തു വന്നോളൂ. അവർക്ക് വേണ്ടി പറഞ്ഞു, എന്തെങ്കിലും വീഴ്ചകൾ വന്നാൽ നമ്മൾ ഉറപ്പിച്ചിട്ടല്ല, സംശയത്തിന്റെ പേരില്ല, അല്ലാഹു തആല പുറത്തു തന്നോളും. അതുകൊണ്ട് ദീനിന്റെ കർമ്മശാസ്ത്ര നിയമങ്ങളുടെ അടിസ്ഥാന ഒരു തത്വമാണ്, ഖാഇദയാണ്, നിയമമാണ്. അൽ യഖീനു ലാ യസൂലു ബിശ്ശക്ക്, ഉറപ്പിനെ സംശയം കൊണ്ട് മാറ്റാൻ സാധ്യമല്ല. ഒരാള് സ്ത്രീകൾക്ക് ചില സ്ത്രീകൾ ഉണ്ടാകും, അവർക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് വന്ന് കിടന്നിട്ടുണ്ട്, അവർക്ക് നന്നായി ബോധ്യത്തോടു കൂടി ചെയ്ത, എന്നാലും ഞാൻ ഓഫ് ആക്കിയോ ഇല്ലയോ എന്ന സംശയം. ഡോറ് ലോക്ക് ചെയ്തിട്ട് വന്ന് കടന്നതാണ്, അവർക്ക് ബോധ്യമുണ്ട്, പക്ഷെ ആ ബോധ്യത്തെ കേവലം സംശയം കൊണ്ട് ഇടങ്ങേറാക്കുക, അത് വേണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനിത് പറഞ്ഞു വരുന്നത് മർമ്മപ്രധാനമായ വിഷയം, ഇത് വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോഴുള്ള അപകടം. ഇബാദത്തിലുള്ള ഈ സംശയങ്ങൾ നമ്മുടെ വിശ്വാസത്തെ ബാധിക്കും, അള്ളാഹുവിന്റെ വിഷയത്തിൽ പിന്നെ സംശയിക്കാൻ തുടങ്ങും, റസൂലിന്റെ വിഷയത്തിൽ സംശയിക്കാൻ തുടങ്ങും, ഖുർആനിന്റെ വിഷയങ്ങളിൽ സംശയിക്കാൻ തുടങ്ങും. വിശ്വാസ സംഹിതകളിൽ നിരന്തരമായ സംശയങ്ങൾ നമ്മളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും, അലട്ടി. ചില ആളുകള് മാനസികമായി വസ്വാസിന് വേണ്ടി തയ്യാറായിരിക്കും, ഇനി കേറട്ടെ എന്ന് വിചാരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഒരു വിഭാഗം സഹാബാക്കൾ വന്നു.
പറഞ്ഞു, അല്ലയോ അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നാ നജിദു ഫീ അൻഫുസിനാ മാ യതആലമു അഹദുനാ അൻ യതകല്ലമ ബിഹി. ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സുകളിൽ പറയാൻ, പുറത്തു പറയാൻ വലുതായി തോന്നുന്ന ചില കാര്യങ്ങൾ തോന്നുന്നു, മനസ്സിൽ വരുന്നു. എന്ത് ചെയ്യാനാണ്? പല സംശയങ്ങൾ, പല ചിന്തകൾ. ആ ചിന്തകൾ തടയാൻ പറ്റും. ഇതിനെ വസ്വാസ് എന്ന് പറയും. നമുക്ക് ഇഷ്ടമില്ലാത്ത ചില ചിന്തകൾ നമ്മളെ നിരന്തരം അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് പറയുന്നതാണ് വസ്വാസ്. അങ്ങനെ ചില ചിന്തകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല. അതെന്താണ് ഞങ്ങൾ പറഞ്ഞാൽ അത് പല നിലയ്ക്ക് വരാം. വിശ്വാസത്തിൽ വരാം, വിശ്വാസപരമായ കാര്യങ്ങളിൽ അള്ളാഹുവിനെ പറ്റി, റസൂലിനെ പറ്റി. ആരാണ്? സഹാബാക്കളാണ് പറഞ്ഞത്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അവഖദ് വജദ്തുമൂഹു, അങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങൾ എത്തിയോ? അപ്പോ ഖാലു നഅം, അവർ പറഞ്ഞു അതെ, ദാക സരീഹുൽ ഈമാൻ, അത് വ്യക്തമായ വിശ്വാസമാണെന്ന് പറഞ്ഞു, ഈമാനാണെന്ന് പറഞ്ഞു. ഒരാൾ വന്നിട്ട്, ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് പറയാണ്, ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾക്ക് കുറെ സംശയങ്ങളുണ്ട്, അള്ളാഹിനെ പറ്റി, റസൂലിനെ പറ്റി, ആഖിറത്തിനെ പറ്റി ഒക്കെ ചില സംശയങ്ങൾ. ഞങ്ങൾക്ക് പറഞ്ഞാൽ പുറത്ത് പറയാൻ തന്നെ പേടിയാവുന്ന സംശയങ്ങൾ. റസൂലുള്ളാഹി തങ്ങൾ സംശയം പാടില്ല, അങ്ങനെയല്ല, അത് ഈമാനിന്റെ അടയാളമാണ്. എന്താ? അത് ഈമാനും വിശ്വാസമുള്ളത് കൊണ്ടാണ് വിശ്വാസത്തിൽ സംശയം ഉണ്ടാകുന്നത്. പഠിക്കുന്ന വിദ്യാർത്ഥിക്കാണ് സംശയം ഉണ്ടാകുന്നത് എന്ന് പറയുന്നത്. പഠിക്കാത്ത കുട്ടിക്ക് എന്ത് സംശയം? പഠിക്കാത്ത കുട്ടികൾക്ക് സംശയം ഉണ്ടാവാറില്ല. ഈമാൻ ഉള്ളിടത്താണ് ഈമാനിൽ സംശയം ഉണ്ടായത്. ഈമാൻ ഉണ്ട് എന്നതിന്റെ തെളിവല്ലേ എന്നല്ലേ സംശയം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ നെഗറ്റീവായ ഒരു തോട്ട്, ഒരു ചിന്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പോസിറ്റീവായ പ്രതികരണത്തിലൂടെ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത് എന്നുള്ളതാണ്. വസ്വാസുകൾ പ്രതിരോധിക്കാനുള്ള, ഇത്തരത്തിലുള്ള ചിന്തകൾ പ്രതിരോധിക്കുക, അത് വ്യക്തി ജീവിതത്തിലാകട്ടെ, ആരാധനകളിലാകട്ടെ, വിശ്വാസങ്ങളിലാകട്ടെ, നമുക്കൊക്കെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ചിന്തകളെ പ്രതിരോധിക്കാനുള്ള വലിയൊരു മാർഗം എന്ന് പറയുന്നത് നെഗറ്റിവിറ്റിയാണ്. ഇതെല്ലാം നെഗറ്റീവായ ചിന്തകളാണ്. ഈ നെഗറ്റീവുകളെ പോസിറ്റീവ് കൊണ്ട് പ്രതിരോധിക്കുക, പോസിറ്റീവായ കാര്യങ്ങൾ അധികം കേൾക്കുക, പറയുക, അങ്ങനെയുള്ള ആളുകളുമായി ബന്ധപ്പെടുക. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഖദ് നസ്സല അലൈക്കും ഫിൽ കിതാബി അൻ ഇദാ സമിഅതും ആയാത്തില്ലാഹി യുക്ഫറു ബിഹാ വയുസ്തഹ്സഉ ബിഹാ ഫലാ തഖഉദു മഅഹും ഹത്താ യഖൂദു ഫീ ഹദീസിൻ ഗൈരിഹി ഇന്നകും ഇദം മിസ്ലുഹും ഇന്നല്ലാഹ ജാമിഉൽ മുനാഫിഖീന വൽ കാഫിരീന ഫീ ജഹന്നമ ജമീഅ. നിങ്ങൾക്ക് അല്ലാഹു കിതാബിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ വ്യക്തമായ അള്ളാഹുവിന്റെ ആയത്തുകൾ ഒരുപക്ഷെ ഒരു കൂട്ടം ആളുകൾ പരിഹസിക്കുന്നുണ്ടാകാം, ആക്ഷേപിക്കുന്നുണ്ടാകാം. ഫലാ തഖഉദു മഅഹും, നിങ്ങൾ അവരോടൊപ്പം ഇരുന്നു പോകരുതേ. ഫലാ തഖഉദു മഅഹും. വ്യക്തി ജീവിതത്തിൽ എന്താണ് ഡോക്ടർമാര് പറയുന്നത്? ഡോക്ടർമാര് പറയുന്നത് തെറാപ്പി ഇതാണ്. നിങ്ങൾക്ക് ഈ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ പോസിറ്റീവായ ചിന്തകൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. വീട്ടിലും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലും മറ്റുമൊക്കെ അങ്ങനെയാണ്. എന്നതുപോലെ ദീനിന്റെ വിഷയത്തിൽ തെറ്റായ ചിന്തകൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? നല്ല ആളുകളുടെ സംസാരങ്ങൾ കേൾക്കണം. സോഷ്യൽ മീഡിയ എന്ന് തുറന്നാൽ നമുക്ക് ഈ വസ്വാസ് ഉണ്ടാകാൻ എളുപ്പമാണ്. എത്ര ആളുകളാണ് പരിശുദ്ധമായ ദീനിനെ വിമർശിക്കുന്നവരായിട്ടുള്ളത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മോശമായ ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ, പരിശുദ്ധമായ ഇസ്ലാമിനെ അന്യായമായി അപഹസിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം? ഫലാ തഖഉദു മഅഹും. അന്ന് അവരോടൊപ്പം ഇരിക്കരുത് എന്ന് പറഞ്ഞു. ഇന്ന് നമ്മളോട് പറയുന്നു അതൊന്നും കേൾക്കരുത്. അള്ളാഹുവിന്റെ ആയത്തുകളെ പറ്റി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തായ കാര്യങ്ങളെ പറ്റി പോസിറ്റീവായ രൂപത്തിൽ ചിന്തിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ നിർമ്മിച്ചെടുക്കുന്നതിലൂടെ ഇത്തരം വിശ്വാസത്തിലുണ്ടാകുന്ന അപകടകരമായ ചിന്തകളെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. രണ്ടാമത് പണ്ഡിതന്മാർ പറഞ്ഞു തജാഹുൽ, ഇത്തരം ചിന്തകളോട് അജ്ഞത നടിക്കലാണ്. സ്വാഭാവികമായും മനുഷ്യന്റെ ജീവിതത്തിൽ ഇത്ര രൂക്ഷമായ ചിന്തകൾ അവനെ അസ്വസ്ഥപ്പെടുത്തുന്ന, അവന്റെ വിശ്വാസത്തെ, അവന്റെ ഇബാദത്തുകളെ കേടുവരുത്തുന്ന ചിന്തകൾ ഉണ്ടാകുമ്പോൾ
അത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്നത്. നമ്മൾ റോഡിലൂടെ നടന്നു വരുമ്പോൾ ഒരു മാനസിക വൈകൃതമുള്ള ഒരു സാധുവായ മനുഷ്യൻ അയാളുടെ രോഗത്തിന്റെ പേരിൽ എന്തെങ്കിലും വിളിച്ചു പറയുമ്പോൾ ആരെങ്കിലും അയാളോട് മറുപടി പറയാൻ പോകുമോ? മറുപടി പറയാൻ പോയാൽ അയാൾക്ക് സംതൃപ്തിയാകുമോ? നമുക്ക് സംതൃപ്തിയാകുമോ? നമ്മളും കൂടെ ഒരുപക്ഷെ മാനസിക വൈകല്യമുള്ള ആളായി എന്നതുപോലെയാണ് ശൈത്താൻ എന്ന് പറയുന്ന മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവിന്റെ ഭാഗത്ത് നിന്ന് ഹൃദയത്തിൽ ഉണ്ടാകുന്ന, വിശ്വാസത്തിൽ ഉണ്ടാകുന്ന ദുർബോധനങ്ങളെ നാം ശ്രദ്ധിക്കുക പോലും ചെയ്യരുത്. ശൈത്താനെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞത് മനുഷ്യ ഹൃദയങ്ങളിൽ ദുർബോധനം ഉണ്ടാക്കുന്നവൻ എന്ന് പറഞ്ഞു പരിശുദ്ധമായ ഖുർആനിൽ. അത് കേട്ടില്ല എന്ന ഭാവത്തിൽ നടക്കണം എന്നതാണ്. മൂന്നാമത്തെ മാർഗം, വിശ്വാസത്തിൽ ഉണ്ടാകുന്ന ഇത്തരം മോശമായ ചിന്തകൾ, അപകടകരമായ ചിന്തകൾ ദൂരീകരിക്കാനുള്ള മൂന്നാമത്തെ മാർഗം പരിശുദ്ധമായ ഖുർആൻ തദബ്ബുറോടുകൂടി പാരായണം ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഖുർആൻ ഓതാറുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴാണ് ധാരാളം ഖുർആൻ ഓതുന്നത്? മരിച്ചു കഴിഞ്ഞാൽ, ചടങ്ങെന്ന രൂപത്തിൽ. അങ്ങനെയല്ല, ഓരോ ദിവസവും ഒരു നിശ്ചിത സമയം പരിശുദ്ധമായ ഖുർആൻ അതിന്റെ അർത്ഥം ആലോചിച്ചും മനസ്സിലാക്കിയും ഓതാൻ കഴിയണം. ഇന്ന് നമുക്ക് അത്തരത്തിലുള്ള പരിശുദ്ധമായ ഖുർആൻ ശരീഫുകൾ ലഭ്യമാണ്. ഒരു പേജ് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത്, ആ ആയത്തുകളുടെ നമ്പറിട്ട് മറുപേജിൽ അതിന്റെ തൊട്ടടുത്ത പേജിൽ തന്നെ അതിന്റെ അർത്ഥവും കൊടുത്തിരിക്കും. അങ്ങനെ പതുക്കെ ഓതിയാൽ മതി. അങ്ങനെ ഒരു ആയത്ത് ഓതിയാൽ മതി, രണ്ടായത്ത് ഓതിയാൽ മതി. അങ്ങനെ നമ്മൾ പരിശുദ്ധമായ ഖുർആൻ പഠിച്ചു മുന്നേറുന്നത് 100% അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന വിശ്വാസത്തിൽ ഉണ്ടാകുന്ന ദുർബോധനങ്ങളെ ദൂരീകരിച്ചു തരും എന്നുള്ളതാണ്. തദബ്ബുറോടുകൂടിയുള്ള പരിശുദ്ധമായ ഖുർആൻ പാരായണം ചിന്തിച്ചാലോചിച്ചു. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഖുർആനിൽ നിന്നും നാം ഇതാ നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു മാ ഹുവ ശിഫാഉൻ, എല്ലാവിധ മാനസികവും ശാരീരികവുമായ അവസ്ഥകൾക്ക് ശാന്തിയേകുന്ന വചനങ്ങൾ, വറഹ്മത്തുൻ, കാരുണ്യവും, ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക്. അതുകൊണ്ട് ചിന്തകൾ വരുന്നത് ഒരു പ്രശ്നമല്ല. ചിന്തകളെ എങ്ങനെ പ്രതിരോധിക്കണം? ചിന്തകൾ എന്ന് നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തമായ ഈമാൻ എന്നാണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞത്. ഒരു മനുഷ്യന് ഈമാൻ ഉള്ളത് കൊണ്ടാണ് ഈമാനിൽ സംശയം ഉണ്ടാവുക. അതിനെ പരിശുദ്ധമായ ദീൻ വളരെ പോസിറ്റീവായിട്ടാണ് കണ്ടിട്ടുള്ളത്. എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ തജാവസ അൻ ഉമ്മത്തി മാ ഹദസത് ബിഹി അൻഫുസുഹാ. അല്ലാഹു തആല എന്റെ ഉമ്മത്തിന് വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു. മാ ഹദസത് ബിഹി അൻഫുസുഹാ, തന്റെ മനസ്സുകൾ തന്നോട് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ചില മോശമായ ചിന്തകൾ, അതിന്റെ പേരിൽ അല്ലാഹു അവരെ പിടിക്കുന്നില്ല. മാലം തതകല്ലം ഔ തഅമൽ, അത് പറയാത്തിടത്തോളം പ്രവർത്തിക്കാത്തിടത്തോളം ആ മോശമായ ചിന്തകൾ നമ്മുടെ നാവിൽ നിന്ന് കുഫ്റായി, ശിർക്കായി, സത്യനിഷേധമായി, അള്ളാഹുവിനെ നിഷേധിക്കുന്നതിലേക്ക്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അസഭ്യം പറയുന്നതിലേക്ക്, പരിശുദ്ധമായ ഖുർആനിനെ നിഷേധിക്കുന്നതിലേക്ക് നമ്മുടെ വാക്കുകളോ പ്രവർത്തനങ്ങളോ എത്തിക്കഴിഞ്ഞാൽ മാത്രം അവിടെ പിടിക്കപ്പെടും. ഈ രൂപത്തിലാണ്. നാലാമത്തെ മാർഗം, ഇത്തരം മോശമായ ചിന്തകൾ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന്, നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് ദൂരീകരിക്കാനുള്ള നാലാമത്തെ മാർഗം ദുആയാണ്. ആത്മാർത്ഥമായ ദുആയാണ്, പ്രാർത്ഥനയാണ്. അത് വ്യക്തി ജീവിതത്തിൽ ഈ പറയുന്ന രൂപത്തിലുള്ള വസ്വാസുകൾ ഉള്ളവരും ആരാധനകളിലും മറ്റ് വിശ്വാസങ്ങളിലുമൊക്കെ ഈ രൂപത്തിലുള്ള വസ്വാസുകൾ ഉള്ളവരൊക്കെ ചെയ്യേണ്ട വിഷയമാണ്. ഒരു പ്രശ്നം നമുക്കുണ്ടെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ തന്നെ അത് പ്രശ്നത്തിന് പരിഹാരമാണ്. ഒരു പ്രശ്നമായി നമ്മളിൽ തുടരുന്നത് എപ്പോഴാണ്? നമ്മൾ ആ പ്രശ്നം ഉണ്ടെന്ന് നമ്മൾ അറിയുന്നുമില്ല, ആ പ്രശ്നം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. അപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് ഞാൻ അറിയാൻ ശ്രമിച്ചാലോ ഞാനത് പരിഹരിക്കാൻ നിൽക്കും. ഇതാണ് ഈ രൂപത്തിൽ പ്രശ്നം ഇങ്ങനെ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കാൻ അത് ദുആയിലൂടെ സാധിക്കും. അല്ലാഹുവേ, എന്റെ പ്രശ്നങ്ങൾ നീ മാറ്റിത്തരണേ പടച്ചവനെ. എന്റെ ഹൃദയത്തിൽ ആവശ്യമില്ലാതെ വരുന്ന ഇത്തരം ചിന്തകളെ നീ മാറ്റിത്തരണേ പടച്ചവനെ. എന്റെ ഖൽബിനെ നീ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണേ. അതുകൊണ്ടാണ് നബിമാര് പോലും ഹിദായത്ത് ചോദിച്ചത് അല്ലാഹുവിനോട്. നമസ്കാരത്തിൽ ഓരോ റക്അത്തിലും നമ്മൾ ചോദിക്കുകയല്ലേ, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം,
സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. അല്ലാഹുവേ, നീ ഞങ്ങളെ നേരായ മാർഗം നീ ഞങ്ങൾക്ക് കാണിച്ചു തരണേ പടച്ചവനെ എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും നിസ്കാരത്തിൽ ദുആ ചെയ്തില്ല. റസൂലുള്ളാഹി തങ്ങളെക്കാളും വലിയ സന്മാർഗി ആരാണ്? നബിമാര് ദുആ ചെയ്തില്ലേ? സഹാബികൾ ദുആ ചെയ്തില്ലേ? നമ്മൾ എത്ര ദുആ ചെയ്യണം? നമ്മൾ എത്ര പ്രാർത്ഥിക്കണം? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ നേരായ മാർഗത്തിൽ നീ ഞങ്ങളെ അടിയുറപ്പിച്ച് നിർത്തണേ. ഇത് ചോദിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربي لا تزغ قلوبنا, നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ തെറ്റിക്കലേ പടച്ചവനെ. അനാവശ്യമായ ദുർബോധനങ്ങൾ ഹൃദയത്തിൽ കൊണ്ടുവന്ന് ഞങ്ങളുടെ ഹൃദയത്തെ നീ തെറ്റിക്കല്ലേ പടച്ചവനെ. ബഅദ ഇദ് ഹദൈതനാ, നീ ഞങ്ങൾക്ക് സന്മാർഗം തന്നതിന് ശേഷം വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിന്റെ ഭാഗത്ത് നിന്നുള്ള കാരുണ്യം നീ ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരണമേ റബ്ബേ എന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കാൻ നിരന്തരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ തഅതിക്. വസ്വാസുകൾ, ദുർബോധനങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാകാനുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ. ഹൃദയങ്ങൾ ആരുടെ കയ്യിലാണ്? മനസ്സും മനസ്സാക്ഷിയും ആരുടെ കയ്യിലാണ്? അല്ലാഹുവിന്റെ കയ്യിലാണ്. ആ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന പടച്ചവനെ, സബ്ബിത് ഖുലൂബനാ അലാ തഅതിക്, നിന്റെ ത്വാഅത്തിൽ നിന്നെ വഴിപ്പെടുന്നതിൽ നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ അടിയുറപ്പിച്ചു നിർത്തണേ പടച്ചവനെ എന്ന ദുആ. ഇത് വസ്വാസുകൾ ദൂരീകരിക്കാനുള്ള കാരണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോ മനുഷ്യർ, പ്രത്യേകിച്ച് വിശ്വാസികൾ, ഈമാനുള്ള ആളുകൾ പലപ്പോഴും ദീൻ ഉപേക്ഷിക്കുന്നത് വ്യത്യസ്തമായ കാരണങ്ങൾ. ഒന്ന്, ഈ പറഞ്ഞതുപോലെ പരിശുദ്ധമായ ഖുർആനിന്റെ ചില ആയത്തുകളെ തെറ്റായി മനസ്സിലാക്കുകയും തെറ്റായി വ്യാഖ്യാനിക്കുകയും ചെയ്ത് അള്ളാഹു തന്നെ പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞത്. രണ്ടാമത്തെ ഒരു വഴിയാണ് വസ്വാസുകൾ, ദുർബോധനങ്ങൾ. ചില ആളുകൾക്ക് സംശയങ്ങൾ ഉണ്ടായി, ആ സംശയങ്ങൾ ദൂരീകരിക്കപ്പെട്ടാൽ അതവിടെ കഴിയും. പക്ഷെ വസ്വാസുകൾ, ഇത്തരത്തിലുള്ള രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകാത്തൊരവസ്ഥയിലേക്ക് അവരെത്തും. ഒന്നിലും തൃപ്തിപ്പെടാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ.